നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 1. വളരെ പ്രതീക്ഷകളോടെ തന്നെ ഒരു മാസം ആരംഭിച്ചിരിക്കുന്ന ദിവസമായി തന്നെ പരാമർശിക്കാം. ഈ മാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പല വിഷമതകളുമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അത് പല വിഷമങ്ങളുമാകാം, പ്രയാസങ്ങളുമാകാം. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിഷമകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു. രണ്ടറ്റം പോലും കൂട്ടിമുട്ടിക്കുവാൻ വളരെയധികം പ്രയാസപ്പെടുന്ന പല സാഹചര്യങ്ങളും പലപ്പോഴും നിങ്ങൾക്കുണ്ട്. ഈ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് ഒരു മാറ്റമില്ലേ, അവസാനമില്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ ആരും ഉണ്ടാകില്ലേ എന്ന് പോലും തോന്നുന്ന, അല്ലെങ്കിൽ വളരെയധികം ഏകാന്തത നിങ്ങളെ വേട്ടയാടുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ തൊടുകുറി അധ്യായത്തിലൂടെ ചില വിശേഷപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ മാസവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങൾ തന്നെയാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം ഉപ്പനാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം കാക്കയാണ്. ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് എല്ലാ കാര്യങ്ങളും ഈ മാസം അനുകൂലമാകണം, ഐശ്വര്യം, സമ്പൽ, സമൃദ്ധി ജീവിതത്തിൽ നിറയണം എന്ന പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രമോ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ളതായ ചിത്രമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് വിശദമായി തന്നെ പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഈ മാസം ഏറ്റവും അനുകൂലമായി തീരണം എന്ന പ്രാർത്ഥനയോടെ ഓം നമോ നാരായണായ എന്നോ ഓം നമഃശിവായ എന്നോ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമമോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ ചിത്രമായ ഉപ്പനുമായി ബന്ധപ്പെട്ട തൊടുകുറി ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ വളരെയധികം ഇമോഷണലായ വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെയധികം വില കൊടുക്കുന്നവരാണ്. അത് സ്നേഹബന്ധമാണ് എങ്കിലും, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ബഹുമാനവും അതേപോലെ തന്നെ വിലയും നൽകുന്നവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളെ സ്നേഹിച്ചവരിൽ നിന്നും അല്ലെങ്കിൽ വിശ്വസിച്ചവരിൽ നിന്നും പല വിധത്തിലും വേദനകൾ, വിശ്വാസ വഞ്ചനയെല്ലാം ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നിട്ടുള്ള വ്യക്തികളാണ്. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നതിനാൽ തന്നെ ഈ സമയം വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിനാൽ ഈ സമയം ആരിൽ നിന്നും ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങൾക്ക് മേൽ സ്വാധീനം ചെലുത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം സ്വാധീനം നിങ്ങളുടെ മനസ്സിനെ വളരെയധികം ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യമുണ്ട്. ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ കയ്യിൽ പണമില്ലാത്തതായ സാഹചര്യം ഉണ്ടാകാം എന്നതിനാൽ തന്നെ ചെലവുകൾ ശ്രദ്ധയോടെ അത് നടത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടതകളുണ്ട്.
തീർച്ചയായും നിങ്ങൾ പലരെയും ആശ്രയിച്ചാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും മുൻഗണന നിങ്ങൾ നൽകുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും കഴിവുകളുണ്ട് എങ്കിലും അത് പ്രകാശിപ്പിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പല ചിന്തകളും നിങ്ങളെ നശിപ്പിക്കുന്നതായ സാഹചര്യം, വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യം ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. പോസിറ്റീവായി ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭാവിക്ക് വളരെയധികം പ്രാധാന്യം നൽകി തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾക്ക് ഒരു ശമനം സംഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനപരമായി പോലും നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ലഭ്യമാകാവുന്ന സാഹചര്യമുണ്ട്. ബിസിനസ് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുകൂലമാവുകയും ധനപരമായ ലാഭം നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും മനസമാധാനം കടന്നു വരികയോ ലഭിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ബന്ധങ്ങളിൽ പോലും വലിയൊരു മാറ്റം പ്രകടമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വളരെയധികം ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ ചിലതെങ്കിലും മാറ്റി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും പഠിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അമിതമായ പ്രതീക്ഷകൾ ഒഴിവാക്കി നിങ്ങളിൽ ആത്മവിശ്വാസം വളർത്തി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഈ സമയം പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ളതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പലരെയും അകമഴിഞ്ഞ് വിശ്വസിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അപ്രകാരം ചെയ്യുന്നത് ശുഭകരമായി തീരില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളുണ്ട് എങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ജീവിതത്തിൽ ദുരിതപൂർണമായ അവസ്ഥകളുണ്ട് എന്നത് വാസ്തവമാണ്. അവിടെ നിന്നും ഒരു മാറ്റം കടന്നു വരികയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ ഫലം ജീവിതത്തിൽ സിദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ വിജയത്തിന്റെ ഒരു സമയം ആഗതമായിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. സ്വന്തം കാലിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും കൃത്യതയോടെ പ്രതികരിച്ച് മുന്നേറ്റം നടത്തുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കൃത്യതയോടെ പ്രതികരിക്കുവാനും പല കാര്യങ്ങളിലെയും അവർ എന്താണോ മറച്ചു വയ്ക്കുന്നത് അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾക്ക് യാതൊരു വിധത്തിലും പഞ്ഞമില്ല എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. ബന്ധുക്കൾക്കിടയിൽ പോലും നിങ്ങൾക്ക് പല രീതിയിലും തെറ്റിദ്ധാരണകളുള്ള സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. ചിലർ നിങ്ങളെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും വളർത്തുന്നതായ സാഹചര്യം പോലുമുണ്ട്. നിങ്ങൾ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയുമാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും അത് പലപ്പോഴും സാധിക്കാത്തതായ സാഹചര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുന്നതായ സാഹചര്യമില്ല എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കുറ്റങ്ങളായി പലരും പല കാര്യങ്ങളെയും കണക്കാക്കി മുന്നോട്ട് പോകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കാത്തതായ സാഹചര്യം പോലുമുണ്ട്. ജോലിയാണ് എങ്കിലും ധനപരമായ കാര്യങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് ഒരു പോരായ്മ പല സമയങ്ങളിലുമുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും നിങ്ങൾ അർഹിക്കുന്നതായ കാര്യങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ഒരിടത്തും എത്താൻ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം കുടുംബത്തിന്റെ ഭാരങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ തലയിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നേരിടുവാനും താങ്ങായി കൂടെ നിൽക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ പലരും ഒപ്പം നിൽക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം സിദ്ധിക്കാവുന്ന സാഹചര്യമുണ്ട്. തൊഴിൽപരമായി ഒരു മാറ്റം സംഭവിക്കാവുന്ന സമയം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തളർത്തുവാൻ പലരും ശ്രമിച്ചു എങ്കിൽ പോലും അതിന് സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടാകാം.
ധനപരമായി പ്രത്യേകിച്ച് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം ലഭിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ പണം ലഭിക്കുവാനുള്ള സാധ്യതകളോ ഉണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അശാന്തി ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. മനസമാധാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും കൃത്യമായി ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകണം. ഈ സമയം പല കാര്യങ്ങളിലും കൃത്യമായ പ്രതികരണം ആവശ്യമായി വരും. മൗനം പല കാര്യങ്ങളിലും പാലിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായി എന്ന് വരാം. ധനപരമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ആയാസപ്പെട്ടാണ് എങ്കിലും കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരും എന്നുള്ളതാണ്. മനസ്സിനെ ശാന്തമാക്കി തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. തടസ്സങ്ങളുണ്ട് എങ്കിലും ആ തടസ്സങ്ങളെ കൃത്യതയോടെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം പല വിഷമകരമായ സാഹചര്യങ്ങളെയും അകറ്റി ഐശ്വര്യം കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം എന്നതും വാസ്തവമാണ്. ഈ സമയം ഇഷ്ടപ്പെട്ടതായ പല പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഐശ്വര്യപൂർണമായ പല സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായി പ്രത്യേകിച്ചും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. മനസമാധാനം ലഭിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം പല കാര്യങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ധനം കൈകളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ആവശ്യങ്ങൾ പലതും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം നിങ്ങളുടെ നന്മയെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നതായ സാഹചര്യം, മുതലെടുക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ചൂഷണം പല കാര്യങ്ങളിലും നേരിടുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങൂ. അവസരങ്ങൾ തന്നെയാണ് കടന്നു വരിക.